ഒറ്റയ്ക്കുള്ളൂ. പരാശര മുനിയുടെ പുത്രനായി എവിടെ വരെ ജനിച്ച ഈ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു പേരുണ്ട്. അതായത് ആക്ട്രസ് ആയിട്ടുള്ള ചിപ്പിയുടെയാണ്. അതായത് വർഷങ്ങളായിട്ട് പുള്ളിക്കാരത്തി ഇത് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആക്ട്രസ് ആയിട്ടുള്ള ചിപ്പി. ഇന്നും ചിപ്പി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചിപ്പിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നിലവിൽ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ കുറച്ച് വീഡിയോ ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നടിമാരുടെ വീഡിയോസാണ് ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നത്. ഈ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി പല പല ആംഗിളിൽ നിന്ന് കുറേ മീഡിയക്കാർ വീഡിയോസ്, അതായത് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എന്താ പറയണ്ട ഈ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കത് കാര്യം എന്താണെന്ന് പിടികിട്ടും. എന്തായാലും ആദ്യം ഇവിടെ പറയേണ്ട പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാരാജിൻ്റെ പേരാണ്. അന്നാരാജിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പല ഇനാഗുറേഷന് ചെല്ലുന്ന സമയത്തും ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പോകുന്നത്. അത് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ണമുണ്ട്. എന്നാൽ ആ വണ്ണം എന്ന് പറയുന്നൊരു സംഭവം വലിയ രീതിയിൽ അത് മുതലെടുക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന മീഡിയക്കാരാണ് ഇത് പകുതി മുതലെടുക്കുന്നത്. അത് പല പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് സാധനങ്ങൾ വെളിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, അതായത് ഇവരും കൂടിയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര എന്തോ പറയണ്ട, നമ്മുടെ മനസ്സിൽ ഭയങ്കര ദൈവാനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവിടെ പോകുന്നത് ഒരിക്കലും ഒരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അതെല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഞാനിവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്? ഒരു സാരിയാണ്, മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാര്യം അങ്ങനെയല്ല ഒബ്വിയസ്ലി പറയത്തുള്ളൂ. അതിനകത്ത് എന്തുവാണ് വൃത്തികേടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ മീഡിയക്കാരിത് ഷൂട്ട് ചെയ്ത് വെളിയിൽ ഇടുന്നത് എന്തിൻ്റെ പേരിലാണ്, എന്ത് സെല്ല് ചെയ്യാനാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഈ വ്യക്തി, അതായത് ഈ അന്നാരാജനും കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടി മനസ്സിലാക്കണം. കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇനാഗുറേഷൻ്റെ സ്ഥലമോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങോ ഒന്നുമല്ല. ഒരുപാട് ഭക്തജനങ്ങളാണ് അവിടെ വരുന്നത്. പല പല സ്ഥലത്ത് നിന്നാണ് ഈ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. കാര്യം അത് അവരുടെ വിശ്വാസമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കുന്നത്? വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയണത് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ നടക്കണം, നിങ്ങൾ എത്രത്തോളം എക്സ്പോസ് ചെയ്യണം, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. ഒരു മനുഷ്യർക്ക് അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷെ എന്നാൽ പോലും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് നന്നായിരിക്കും. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ വരുമെന്നും ഇത് ചർച്ചയാവുമെന്നും വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ശരീരമുണ്ട്. അത് പല പല രീതിയിലുള്ള മെലിഞ്ഞിട്ടുള്ള ശരീരമായിരിക്കും, വണ്ണം വെച്ചിട്ടുള്ള ശരീരമായിരിക്കും. പക്ഷേ അത് ആരൊക്കെ കാണണമെന്ന് അവരാണത് തീരുമാനിക്കേണ്ടത്, അല്ലേ? ഞാനിതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ കാണിച്ച പ്രവർത്തിക്കകത്തോട്ട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സിനിമാ നടിമാരുണ്ടായിരുന്നു. അവരെങ്ങും ഈ ഒരു രീതിയിൽ വരുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ചുറ്റിനും ഇതുപോലെ ക്യാമറകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്നും പറയാനില്ല എനിക്ക്. എന്തായാലും ഇതിന് നമ്മളെല്ലാവരും പറയും, കുറേ പേര് വന്നിരുന്ന് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രേണുവിനെ മാത്രമാണോ നിങ്ങൾ കുറ്റം പറയുന്നത്, വേറെ ആര് തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയത്തില്ലെന്ന്. ഓഫ്കോഴ്സ് പറയും, ഇത് തെറ്റ് തന്നെയാണ്. അത് രേണുവിനെ മാത്രം ഞാൻ ഇവിടെ എപ്പോഴും ചിത്രീകരിച്ച് മോശക്കാരി എന്നുള്ള രീതി മാത്രമല്ല, രേണു മാത്രമല്ല, പറയുന്ന ഇവരൊക്കെ ഈ കാണിക്കുന്നതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഈ സമയം കിട്ടുമ്പം
അന്നാരാജൻ ഒരു കാര്യം ചെയ്യണം, ഈ കമൻസ് ഒക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കണം. വളരെ മോശമായിട്ടുള്ളതും നിങ്ങളെ തെറി വിളിക്കുന്നുള്ള രീതിയിലുള്ള കമൻസ് അല്ല, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നോക്കാൻ വരുന്ന എടുക്കാമെന്നൊക്കെ. കാര്യം ഇതിനകത്ത് രണ്ടഭിപ്രായം പറയുന്ന ആൾക്കാർ കാണുമായിരിക്കാം. അവർക്ക് വണ്ണമുള്ള ഒരു സ്ത്രീയല്ലേ, അവർക്ക് പിന്നെ എങ്ങനെ സാരി കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതി ന്യായീകരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മീഡിയക്കാർ അവരെത്രത്തോളം ഇനിയിപ്പോൾ നല്ലത് നിന്ന് കഴിഞ്ഞാലും അവർ നല്ലതെടുക്കാൻ ശ്രമിക്കത്തില്ല. അവർ ഫോക്കസ് ചെയ്ത് വേറെ പല ആംഗിളിലും എടുക്കത്തേ ഉള്ളൂ. ഇവർക്ക് ഇത്തിരിയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് വേണേൽ റിയാക്ട് ചെയ്യാം. അവർ റിയാക്റ്റും ചെയ്യുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചിപ്പിയുടെ ഒരു വീഡിയോ കാണിക്കാം. ചിപ്പിയുടെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കാണിക്കാം. ചിപ്പിയൊക്കെ വർഷങ്ങളായിട്ട് ഈ ആട്ടുകാൽ പൊങ്കാലിടുന്ന വ്യക്തിയാണ്. ഇന്നേ വരെ ഒരു മനുഷ്യരും അവരെ പറ്റി ഡിച്ചിപ്പോന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും ഇതുപോലെ നിന്നിട്ട് ക്യാമറ പിടിച്ച് വീഡിയോ ഇടാനോ മോശമായിട്ടുള്ള ആംഗിൾ ഇടാനോ ഒന്നും നിന്നിട്ടില്ല. കാര്യം എന്താ, അവരെ ആ കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവരുടെ മാന്യതയായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ ചിപ്പിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ഇത് കാണുന്ന ഭക്തജനങ്ങൾ, പക്ഷേ ടി വിയിലൂടെ കാണുന്ന ഭക്തരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആറ്റുകാൽ പൊങ്കാലയോട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു പക്ഷെ ചിപ്പി ചേച്ചി എവിടെയാണെന്നുള്ളത്. എനിക്കൊപ്പം ചിപ്പി ചേച്ചി ചേരുന്നുണ്ട്. ഹായ് ചേച്ചി. ഹലോ. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം കാണുന്ന ചേച്ചീനായിരിക്കും. ഒരു പക്ഷേ ഈ വർഷം അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ വർഷം? ഈ വർഷം പൊങ്കാല അത് നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, ഇനി ഒരെണ്ണം കൂടെയുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യത്തിലാണ്. ചേച്ചി വളരെ തിരക്കിലാണ്. ഒരുപക്ഷെ ഇവിടത്തെ വരുന്ന സെലിബ്രിറ്റി ഫേസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉള്ള ഒരു സ്പേസ് കൂടിയാണ് ഈ ഹോട്ടലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ വിജയത്തിനായിട്ട് ചേച്ചി പ്രാർത്ഥിക്കുകയും അത് വളരെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് അത് തിയേറ്ററിൽ കടന്നു പോവുകയും ചെയ്തു. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത? ഈ വർഷമില്ല, പുതിയ പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നല്ലതായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ സക്സസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് അനന്തപുരിയിലെ മനുഷ്യർ എന്നൊക്കെ ഉള്ളത് അല്ലെ, ആറ്റുകാലായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, ഒരുപാട് വർഷമായി, ഒരു 20 വർഷത്തിനൊക്കെ മേലെയാവും എന്തായാലും. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും പൊങ്കാലിടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതെ, എനിക്ക് കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എന്റെ വീട്. അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ് ചിപ്പി ചേച്ചി സ്ഥിരം ഇടുന്ന പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത്. ഇവിടെ വല്ല പ്രത്യേകത? ഇവിടുത്തെ ഓണറൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അപ്പൊ മോഹൻ ചേട്ടനൊക്കെ എനിക്ക് സ്ഥലം ഇട്ടേക്കും വരുമ്പോ. പിന്നെ ക്ഷേത്രത്തിനടുത്താണ്, അപ്പൊ അങ്ങനെ ഒരു സൗകര്യം. കഴിഞ്ഞ ദിവസം പൊങ്കാല ക്ഷേത്രത്തിന്റെ സമീപത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം എല്ലാ വർഷവും പൊങ്കാലിടുന്നതിന്റെ പിറകിൽ ഒരു മനസ്സിലൊരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു നേർച്ചയൊക്കെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. പുള്ളിക്കാരത്തി പറഞ്ഞ കേട്ടല്ലോ, എത്ര മാന്യമായിട്ടാണ് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക എടുക്കുന്നത്. അവരുടെ ഫേസിൽ തന്നെ ആ ഒരു ഐശ്വര്യമുണ്ട്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇനിയെങ്കിലും ഈ അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കാണിക്കുക എടുക്കുക, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് അത്. പക്ഷെ അതിനൊക്കെ ഓരോ സ്പേസ് ഉണ്ട്. കാണിക്കേണ്ടടുത്ത് നിങ്ങൾ കാണിച്ചു. പക്ഷേ ഇത്രയും ഭക്തജനങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തൊക്കെ പോയി ഈ രീതിയിലുള്ള പരിപാടികൾ കാണിക്കില്ല. പ്രത്യേകിച്ച് പല മീഡിയക്കാരും പോയി അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഒരുപാട് വിശ്വാസികളുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് എല്ലാ കാര്യത്തിനും എതിർത്തുകൊണ്ട് വരുന്ന വിശ്വാസികളൊക്കെ ഉണ്ട്. മേ ബി അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലെന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.